ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സമൂസയാണ് ഉണ്ടാക്കുന്നത്. ഇത് സാധാരണ വീട്ടിലുണ്ടാക്കുന്ന സമൂസയാണ്. 2 ആഴ്ചയോളമായി ഞാൻ ഈ സമൂസ ഉണ്ടാക്കിയിട്ട് കഴിക്കാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഡയറ്റിൽ പറ്റിയൊരു സമൂസ ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ അതിനകത്തേക്ക് ഡെസിക്രേറ്റഡ് കോക്കനട്ടും ഇസബഗോളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഡെസിക്രേറ്റഡ് കോക്കനട്ട് ആണെങ്കിൽ ഇപ്പം ബേക്കിങ്ങിൻ്റെ കടകളൊക്കെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെയും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടേണ്ടതാണ് കേട്ടോ. തിരൂരൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ലോ കാർബ് സമൂസയാണ് ഈ ഇരിക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു 450 ഗ്രാം ബീഫ് കുക്കറിലേക്ക് ഇടുകയാണ്. ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഒരു 50 മിനിറ്റ് വേവിച്ചെടുക്കാം. എനിക്ക് കിട്ടിയ ബീഫ് നല്ല വേവുള്ളതാണ്. ഓരോരുത്തർക്കും കിട്ടുന്ന ബീഫിൻ്റെ വേവിനനുസരിച്ച് സമയത്തിൽ വ്യത്യാസം വരുത്താം കേട്ടോ. അപ്പോൾ അതവിടെ റെഡിയാകട്ടെ. 50 മിനിറ്റ് സ്ലോ കുക്കിങ്ങിൽ വെന്ത് കഴിഞ്ഞ് ബീഫ് ചൂടാറിയതിന് ശേഷം നമുക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു മിക്സി ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഒരു പാന് ചൂടായാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 4 സവാള ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് പകുതി വേവാകുന്നത് വരെ വഴറ്റിയെടുത്തതിന് ശേഷം 4 പച്ചമുളക്, കറിവേപ്പില, 5 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ചി പീസ് ഇഞ്ചി എന്നിവ ഒരു മിക്സി ജാറിൽ പൊടിച്ചെടുത്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കണം. സവാളയിലേക്ക് മഞ്ഞളും പൊടിച്ച് വെച്ച മിക്സും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ചേർത്തതിൻ്റെ പച്ചമണം മാറുന്നത് കൂടെ ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഒരു മിക്സി ജാറിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ഇറച്ചി ചേർത്തിട്ട് ഒന്ന് പൾസ് ചെയ്ത് പൊടിച്ചെടുക്കുന്നുണ്ട്. അതും കൂടെ സവാളയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും എരിവും നോക്കിയിട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളത് വലിയ തരികളാണ്, അതുകൊണ്ടാണ് പൊടിച്ചെടുത്തത്. ഇനി ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. പൊടിച്ചെടുത്തപ്പോൾ നല്ല എണ്ണമയം കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾ നല്ല ഡ്രൈ ആയിട്ടുള്ള പൗഡറാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ഓയിൽ കൂടെ ചേർക്കണം. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ സ്പീലിയം ഹസ്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് ചെറു ചൂടുവെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതൊരു ബോൾ രൂപത്തിലാകുമ്പോൾ അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുക്കാം. കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് ഇപ്പോൾ കയ്യിലെടുത്ത് ഉരുട്ടി നോക്കുമ്പോൾ പുട്ടിന് നനച്ച പോലെ പൊടിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ചെറു ചൂടുവെള്ളം ചേർത്തിട്ട് പാകത്തിനൊന്ന് കൂടെ കുഴച്ചെടുക്കുകയാണ്. ലേശം വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഒരു മാവ് ഉരുട്ടിയെടുക്കുന്ന ഒരു രൂപത്തിലേക്കായി കിട്ടിയാലും മതി. ഇപ്പോൾ ഇത് റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതിൽ നിന്നൊരു ബോൾ എടുത്തിട്ട് ഞാനൊരു ബേക്കിംഗ് ഷീറ്റിൽ വെച്ചിട്ട് പരത്തിയെടുക്കുകയാണ്. നമ്മൾ പൊടിയൊന്നും ഇടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഷീറ്റിൽ വെച്ചിട്ട് പരത്തിയെടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് സ്റ്റഫിങ് വെച്ച് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ മൈദമാവ് പോലെയല്ല, കുറച്ച് മുറിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്കിതേപോലെ ഷീറ്റിൽ തന്നെ വെച്ചിട്ട് ഒരു കത്തി കൊണ്ട് സൈഡൊക്കെ ഒന്ന് മുറിച്ച് ത്രികോണ ഷേപ്പാക്കിയിട്ട് ആ മുറിച്ച ഭാഗം കൈവിരൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. മുകളിൽ ക്രാക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കത് അടച്ച് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ പേപ്പറിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ മടക്കിയെടുത്തിട്ട് കത്തി കൊണ്ട് മുറിച്ചിട്ട് കൈ കൊണ്ട് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. മുകളിൽ ക്രാക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചെറിയൊരു പീസ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്ത് ഫിനിഷ് ചെയ്താൽ മതി. ക്രാക്ക് തന്ന ഭാഗത ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താലും മതി. മുഴുവനും ഇതുപോലെ നമുക്ക് ത്രികോണത്തിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലൊന്ന് എഗ് വാഷ് ചെയ്തെടുക്കണം. എണ്ണയിലിട്ട് വറുത്ത് കോരാം, അല്ലെങ്കിൽ നമുക്ക് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാം. അല്ലെങ്കിൽ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ ഒരു പാത്രത്തിൽ അടച്ച് വെച്ചിട്ടും ബേക്ക് ചെയ്യാം കേട്ടോ. ഞാനൊരു മുട്ട പൊട്ടിച്ചിട്ട് അതിൽ ഇത്തിരി ഉപ്പ് ചേർത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് വെച്ചിട്ട് പുരട്ടി കൊടുക്കുന്നുണ്ട്.
ഒരു സ്പാച്ചില എടുത്തിട്ട് ഇത് മറിച്ചെടുത്തിട്ട് അടിഭാഗവും ഇതേപോലെ എഗ് വാഷ് ചെയ്ത് കൊടുക്കാം. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇടാനൊക്കെ എളുപ്പമാണ് കേട്ടോ, പെട്ടെന്ന് അങ്ങ് മുറിഞ്ഞു പോകുന്നില്ല. ഒരു ഭാഗമായി കഴിഞ്ഞാൽ ഇതേപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു നല്ലൊരു ഗോൾഡൻ നിറമാകുന്നത് വരെ വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒട്ടിച്ചെടുക്കുന്ന ഒരു സമയത്ത് മാത്രം നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായി തോന്നുള്ളൂ. ബാക്കിയൊക്കെ എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഷേപ്പിലിതാ സമൂസ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. നോർമലി നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ബ്രെഡ് പോക്കറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കുന്നതിൻ്റെ ആ ഒരു ടെക്സ്ചറാണ് കിട്ടുന്നത്. കഴിച്ച് കഴിയുമ്പോൾ നമുക്കിതൊരു നല്ല സോഫ്റ്റ് മാവായിട്ടാണ് ഫീൽ ചെയ്യുക. നമ്മൾ ബ്രെഡ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്ത പോലെ, അല്ലെങ്കിൽ നമ്മൾ മൈദ മാവ് ജസ്റ്റ് ഒന്ന് ദോശ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഫില്ലിങ് വെച്ചിട്ട് ചെയ്യില്ല, അതുപോലെയൊക്കെയാണ് കഴിക്കുമ്പോൾ തോന്നുക. തേങ്ങയുടെ ഒരു ചെറിയൊരു ടേസ്റ്റ് വരുന്നുണ്ട്. എന്നാലും ഡയറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഇതുപോലെ സമൂസയൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഇതിനകത്ത് ചേർത്ത് സ്പിലിയം മസ്കിൻ്റെ ഒരു വഴുപ്പ് നമുക്ക് കിട്ടും. എന്നാലും അത് വലിയൊരു പ്രശ്നമില്ല. ഞാനിത് ഫസ്റ്റ് ട്രൈ ചെയ്തത് ഇതുപോലെ ഒരു അച്ചിൽ വെച്ചിട്ട് മടക്കിയെടുക്കാനാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ ബാക്ക് സൈഡ് പൊട്ടിപ്പോയി. പിന്നെ അതിനേക്കാളും നല്ലതാണ് കൈവച്ചിട്ട് ചെയ്യണമെന്ന് കരുതിയിട്ട് ഞാൻ ഫസ്റ്റ് കാണിച്ച പോലെ പിന്നെ രണ്ടാമതാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇത് നിങ്ങളുടെ അറിവിലേക്കായി ഷെയർ ചെയ്തതാണ്. പക്ഷേ ഇത് വീണ്ടും ഉണ്ടാക്കണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. സ്പിലിയം മസ്കിൻ്റെയും ഡെസിഗ്രേറ്റഡ് കോക്കനട്ടിൻ്റെയും കോക്കനട്ട് ഫ്ലവറിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ദുആയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ.